സകല സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് വഴി നടത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. UPI സംവിധാനങ്ങൾ വന്നതോടുകൂടി കപ്പലണ്ടി വാങ്ങാൻ പോലും നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നു. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളാണ് മിക്കവരും ഉപയോഗിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാനുള്ള അക്കൗണ്ടാണ്. അത് ഉപയോഗിക്കുന്ന നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നിശ്ചിത പരിധിയിൽ കൂടുതൽ പണം നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ നിശ്ചിത കാലയളവിൽ വന്നെത്തിയ അത് പിൻവലിക്കപ്പെടാതെ തുടരുകയാണ് എങ്കിൽ ആദായ നികുതി വകുപ്പ് വണ്ടി പിടിച്ച് നിങ്ങളുടെ വീട്ടുപിടിക്കൽ വരും. ആ നിശ്ചിത പരിധി ആദ്യമേ അങ്ങ് പറയാം, 10 ലക്ഷം രൂപയാണ്. ഒരു സാമ്പത്തിക വർഷം 10 ലക്ഷം രൂപയിൽ കൂടുതൽ ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ അണ്ണന്മാര് ബാങ്കിനോടും നിക്ഷേപകനോടും വിവരങ്ങൾ ആരായും. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വന്നു കാണും. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം, ഇതായിരുന്നോ കാര്യം? മാസം 25,000 രൂപ വരുമാനമുള്ള എനിക്ക് എവിടെ നിന്നാണ് 10 ലക്ഷം രൂപ? അങ്ങനെ ഒരു ചോദ്യം മനസ്സിൽ വന്നെങ്കിൽ ചോദിക്കണ്ട. നിങ്ങൾ വസ്തു വാങ്ങാനോ വീട് വെക്കാനോ ഉള്ള പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചാലും ഈ 10 ലക്ഷം എന്ന് പറയുന്ന പരിധി അങ്ങ് കിടക്കും. ആ സമയത്ത് നിങ്ങൾ ആദായ നികുതി റിട്ടേണിൽ തൃപ്തികരമായ വിവരങ്ങൾ ബോധിപ്പിക്കണം. പിടിക്കപ്പെടുകയാണെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ മുഖത്ത് എത്ര നിസ്സാരമാണ് എന്ന രീതിയിൽ തോന്നിയ ആ ചിരി അങ്ങ് മാഞ്ഞുപോയില്ലേ? നോട്ട് നിരോധനത്തിനും ആധാർ ബന്ധനത്തിനുമൊക്കെ ശേഷം നമ്മുടെ ഇടപാടുകൾ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇഴകീറി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞു വെക്കണം. പ്രായോഗിക ജീവിതത്തിൽ അത് വളരെ അത്യാവശ്യമാണ്. നിലവിലുള്ള നിയമപ്രകാരം ഒരാൾക്ക് എത്ര സേവിങ്സ് അക്കൗണ്ട് വേണമെങ്കിലും ആരംഭിക്കാം. ഒരു ദിവസം മാക്സിമം 50,000 രൂപ വരെ പണമായി നിക്ഷേപിക്കാം. 50,000 രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കണം എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാൻ നമ്പർ ബാങ്കിൽ നൽകണം. അങ്ങനെ ഒരു ചട്ടമുണ്ട്. എന്നാൽ നിലവിൽ ഇന്ത്യയിലെ മിക്ക ബാങ്ക് അക്കൗണ്ടുകളും പാൻ കാർഡുമായിട്ടും ആധാറുമായിട്ടും ബന്ധിപ്പിച്ചിരിക്കുന്ന വിവരം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആ നിയമം നമ്മളെ സാധാരണ രീതിയിൽ ബാധിക്കില്ല. എന്നാൽ ഒരു ദിവസം പണമായി നിക്ഷേപിക്കാവുന്ന മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ഇത് തുടർച്ചയായി പണം നിക്ഷേപിക്കുന്ന ആളുകൾക്കാണ് ബാധകം. അങ്ങനെ എല്ലാ ദിവസവും കൊണ്ടുപോയി പണം നിക്ഷേപിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ 1 ലക്ഷം എന്ന് പറയുന്ന തുക 2.5 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. അതായത് തുടർച്ചയായി പണം നിക്ഷേപിക്കാത്ത ഒരാൾക്ക് ബാങ്കിൽ ഒരു ദിവസം 2.5 ലക്ഷം രൂപ കറൻസിയായിട്ട് നിക്ഷേപിക്കാം. 5 ലക്ഷം രൂപ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം തരികയാണെങ്കിൽ അത് ആ ദിവസം തന്നെ ബാങ്കിൽ പോയി ഒറ്റയടിക്ക് നിക്ഷേപിക്കാം എന്നൊരു ധാരണയുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഇപ്പോൾ ബോധ്യമായല്ലോ. നികുതി വകുപ്പിന് നിങ്ങൾ കൊടുക്കുന്ന മറുപടി തിലകൻ സിനിമയിൽ പറയുന്നത് പോലെ ബബ്ബബ്ബ എന്നാണെങ്കിൽ നിക്ഷേപിച്ച തുകയ്ക്ക് 60% നികുതിയും 25% സർചാർജും 4% സെസ്സും ഈടാക്കും. അപ്പോൾ 10 ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരുവന് 6 ലക്ഷം രൂപ നികുതിയും 2.5 ലക്ഷം രൂപ സർചാർജും 40,000 രൂപ സെസ്സും കഴിഞ്ഞ് 1,10,000 രൂപ കയ്യിൽ കിട്ടും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ടിൽ മാക്സിമം 1,000 ലക്ഷം കോടി രൂപ വരെ കറൻസി അല്ലാത്ത രീതിയിൽ നിക്ഷേപിക്കാവുന്നതാണ്. അതിന് നിയമ സംവിധാനങ്ങളുണ്ട്. ഇത്രയും ഉപയോഗപ്രദമായ ഒരു കാര്യം പറഞ്ഞു തന്ന സ്ഥിതിക്ക് ഇനിയും ഇമാതിരി കാര്യങ്ങൾ അറിയാൻ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഈ ചാനലിൽ മുൻപ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ കൂടി ഒന്ന് കാണുക. നന്ദി.